ശ്രീ അജിത് വന്യൂർ, ബംഗാളിലെ CPM-ന്റെ നീണ്ടകാലത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചത് ടാറ്റയുടെ വരവായിരുന്നു. ടാറ്റയുടെ വരവിനു വേണ്ടി പരവതാനി വിരിച്ചപ്പോൾ ഭട്ടാചാര്യയ്ക്ക് ഉണ്ടായ ആ ഒരു തെറ്റായിട്ടുള്ള ഒരു വീഴ്ച, അതായത് കൃഷി ചെയ്യുന്ന ഭൂമി എടുത്ത് ടാറ്റയ്ക്ക് കൊടുക്കുക, വ്യവസായം വളർത്താൻ വേണ്ടി എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തതെങ്കിലും അത് അവരുടെ കർഷക മനസ്സുകളിൽ രോഷാഗ്നി നാളങ്ങൾ കത്തിച്ചു. അതിൻ്റെ ഒരു ചൂട് തീയാക്കി ആളി കത്തിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ തൃണമൂൽ കോൺഗ്രസ് അവിടെ വിത്ത് വിതച്ച് 100 മേനി കൊയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് തീർന്നപ്പോൾ നമ്മൾ വിചാരിക്കുക ഒരു പക്ഷേ ഇനി ടാറ്റയാണ് ഇവിടെ ഒരിക്കലും വരില്ല. പക്ഷേ സുവേന്ദു അധികാരി എന്ന് പറയുന്ന പണ്ടത്തെ മമതാ ബാനർജിയുടെ അനുയായി ഇപ്പോൾ ടാറ്റയ്ക്ക് വേണ്ടി പരവതാനി വിരിച്ചിരിക്കുന്നു, ചുവന്ന പരവതാനി വിരിച്ചിരിക്കുന്നു. അതിലൂടെ ടാറ്റ ബംഗാളിലേക്ക് പ്രവേശിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി മലയാളികൾക്ക് ബംഗാളിലേക്ക് തൊഴിൽ അന്വേഷിച്ചിട്ട് പോകേണ്ടി വരും. അതുപോലെ തന്നെ അവിടെയുള്ള ബംഗാളികൾ ഇനി ഒരിക്കലും കൂലിപ്പണികളും പാത്രം കഴുകാനും പൊറോട്ട അടിക്കാനും ഇങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയുമുണ്ട്. അല്ലേ? ഇത് ശരിയായൊരു നിരീക്ഷണം. അതെ അതെ, ശ്രീ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും പഠിച്ച് നേരെ വണ്ടി കയറുകയായിരുന്നു ചെയ്യുന്ന കൽക്കട്ടയിലേക്ക്. ചെന്നാൽ ഉറപ്പാണ്, മിക്കവാറും ഞാൻ അവിടെ പോയതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്, അവിടുത്തെ ആളുകൾ പറയുന്നു മിക്കവാറും എല്ലാ റെയിൽവേ സ്റ്റേഷൻ, അവിടെ ചെന്നിറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ മിക്കവാറും എല്ലാ കമ്പനികളുടെയും ഒരു കൗണ്ടർ തന്നെയുണ്ട്. ഈ ട്രെയിനിൽ വന്നിറങ്ങുന്ന ആളുകളെ അവിടെ വെച്ച് തന്നെ ഇന്റർവ്യൂ നടത്തി ഒരു ടൈപ്പ് റൈറ്ററും വെച്ചേക്കും. ടൈപ്പിംഗ് നോക്കിക്കഴിഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് അതിന്റെ സ്പീഡ് നോക്കിക്കഴിഞ്ഞ് അവിടുന്ന് തന്നെ റിക്രൂട്ട് ചെയ്ത് കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം അവിടെ ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി കമ്പനികൾ, ഫിലിപ്സ്, ടാറ്റ തുടങ്ങിയിട്ടുള്ള, ഡാൽമിയ തുടങ്ങിയിട്ടുള്ള ഒത്തിരി കമ്പനികൾ അവിടെ ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ തൊഴിലവസരങ്ങളുണ്ടായിരുന്നു. അവിടെ പോയ ഒരാളും വെറും കൈയോടെ മടങ്ങി വന്നിട്ടില്ല. എന്ന് മാത്രമല്ല, കമ്പനികളുടെ ഏറ്റവും ടോപ്പിൽ മാനേജിങ് ഡയറക്ടർ വരെ ആയിട്ടുള്ള പല കമ്പനികളുടെയും ആ ലെവലിലെത്താൻ ഉള്ള കപ്പാസിറ്റിയുള്ള ആളുകളായിരുന്നു ഇവിടുന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇവിടുത്തെ നിലവാരവും അങ്ങനെയായിരുന്നു ഇവിടുന്ന് പോകുന്ന ആളുകളുടെ. പക്ഷേ ഇന്നിപ്പോൾ അവിടുന്ന് എല്ലാവരും ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഞാൻ ബംഗാളിലേക്ക് ഒരു ചുമതലയായിട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടി കളിയാക്കി പറഞ്ഞു, ഞങ്ങളൊരു വലിയ സ്വീകരണം തരാൻ പോവുകയാണ്. ഞങ്ങൾ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും വലിയ വാർത്തയാണ് കേരളത്തിൽ നിന്ന് ഒരാൾ ബംഗാളിലേക്ക് ജോലിക്കായിട്ട് പോകുന്നു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഈ ബംഗാളിൽ LDF-ന്റെയും ഇടതുമുന്നണിയുടെയും തൃണമൂലിന്റെയും ഭരണം മൂലം ഉണ്ടായിയെടുത്തൊരു സാഹചര്യം അതാണ്. വ്യവസായത്തിന്റെ ശ്മശാനമായിട്ട് മാറി. അതെ, അത് CPM-ന്റെ ഭരണത്തിന് മുമ്പ് തന്നെ അവിടെ ഇങ്ങനൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. 1960-കളിൽ തന്നെ ബിർളയുടെ ഒരു കഥയുണ്ട്, നമുക്കെല്ലാവർക്കും പലരും കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ഖെരാവോ ആരംഭിക്കുന്നത് അവിടെയാണ്, ഇടതു മുന്നണിയുടെ നേതൃത്വത്തിൽ ഖെരാവോ ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു ഖെരാവോ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ ബിർളയെ തടഞ്ഞു നിർത്തി ഖെരാവോ ചെയ്ത് അവസാനം അദ്ദേഹം ഉടുതുണി പോലും ഇല്ലാതെ വീട്ടിലേക്ക് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ഇട്ട നിർദ്ദേശം അവിടുത്തെ എല്ലാ കമ്പനികളും പൂട്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അദ്ദേഹം പോവുകയാണ്. പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. അതെ, ബിർളയുടെ എല്ലാ കമ്പനികളും അവിടെ നിന്ന് മാറ്റി. അത് കഴിഞ്ഞാണ് ഇടതുമുന്നണി വരുന്നത്. അവിടെയും തുടർന്നു. ആയിരക്കണക്കിന് ഉണ്ടായിരുന്ന എല്ലാ കമ്പനികളും പൂട്ടി. ഏറ്റവും ഒടുവിൽ ഈ ടാറ്റയെ അവിടെ കൊണ്ടുവന്ന് ഈ ഒരു മാറ്റിയെടുക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. പക്ഷെ അതും അവർക്ക് തിരിച്ചടിയായി. ഇപ്പോൾ ഈ രണ്ട് പ്രധാന സംഭവങ്ങൾ, ഈ രണ്ട് സംഭവങ്ങളാണ് ബംഗാൾ ഒരു വ്യവസായ ശ്മശാനമാക്കി അല്ലെങ്കിൽ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ല എന്നൊരു ഇമ്പാക്റ്റ് നമ്മുടെ രാജ്യത്തും പുറത്തുള്ള നിക്ഷേപകർക്ക് നൽകിയത്. അപ്പോൾ അത് മാറ്റിയെടുക്കുക എന്നുള്ള ഒരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ തന്നെ BJP മുന്നോട്ട് വച്ചിരുന്നു. വന്നതിന് ശേഷം ആദ്യമായിട്ട് അവരെടുത്ത തീരുമാനങ്ങളിൽ 10 തീരുമാനങ്ങളിലൊന്ന് ടാറ്റയെ എന്ത് വില കൊടുത്തും ടാറ്റയെ തന്നെ തിരിച്ച് അവിടേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതിന് ഒരു സ്പെഷ്യൽ ഇൻഡസ്ട്രിയൽ സോൺ, എക്കണോമിക് സോൺ തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് നിലവിലുള്ള ഭൂമി ഏറ്റെടുക്കൽ നിയമങ്ങളെല്ലാം പരിഷ്കരിച്ച് അത് നിക്ഷേപകർ അത് ഭൂമി ഏറ്റെടുക്കുന്നത് മൂലം നഷ്ടം വരുന്ന ആളുകൾക്കും
കൂടി സ്വീകാര്യമായ രീതിയിൽ യാതൊരു പ്രതിഷേധം ഉണ്ടാകാത്ത രീതിയിൽ അവർക്ക് പരമാവധി ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് ഏറ്റെടുത്ത് ഈ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കണം എന്നുള്ളതാണ്. കാരണം തൃണമൂലിൻ്റെ കാലത്ത് തന്നെ ഇടതുപക്ഷ കാലത്ത് പോയ കമ്പനികൾ പോയതിന് ശേഷവും അവശേഷിച്ചിരുന്ന കമ്പനികളിൽ 6680 കമ്പനികൾ, പ്രധാന കമ്പനികൾ ബംഗാൾ വിടുകയുണ്ടായി. അപ്പോൾ ഈ കമ്പനികളെല്ലാം ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അവർ ഈ കമ്പനികളെല്ലാം സമീപിച്ചു കഴിഞ്ഞു. ഈ കമ്പനികളെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ ഏറ്റവും കുറഞ്ഞത് തൃണമൂലിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന കമ്പനികളെങ്കിലും തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിലിപ്പോൾ ഏറ്റവും പ്രത്യക്ഷമായി വന്ന ഒരു അതിന് അമുൽ കമ്പനി, അമുലിൻ്റെ ഒരു ഏറ്റവും വലിയൊരു തൈര് നിർമ്മാണ ഫാക്ടറി, പിന്നെ അതിന്റെ അനുബന്ധ ഫാക്ടറികൾ വരുന്നുണ്ട് അവിടെ തുടങ്ങാനായിട്ട്. ഇപ്പോൾ തൈരില്ലെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടോ? എനിക്കറിയില്ല, അത് പ്രേക്ഷകർ തന്നെ തിരുത്തട്ടെ. അമുലിന് ഇപ്പോൾ സ്വന്തമായിട്ടില്ല, ബാക്കി എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ട്, ലസ്സി ഉൾപ്പെടെ ഉണ്ട്. അത് കൃത്യമായിട്ട് അറിയില്ല. അമിലിന്റെ തൈര് കഴിച്ചിട്ടില്ല, ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. ഏതാണ്ട് 650 കോടിയുടെ നിക്ഷേപത്തോടു കൂടി വേൾഡ്സ് ലാർജസ്റ്റ് കട്ട് ഫാക്ടറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമുലിന്റെ ഫാക്ടറിയാണ്. 650 കോടിയുടെ നിക്ഷേപം വരും. അതെ, അത് കൊണ്ടുവരാനായിട്ടാണ്. അപ്പൊ അതിനൊരു വ്യവസായ കുത്തകയൊന്നുമല്ല, കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് ഏറ്റവും വലിയ ഒരു. അതെ 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 ഒരു മലയാളിയായിട്ടുള്ള ആളാണ് അതിന്റെ പിന്നിലുള്ളത്. നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതൊരു വലിയ ഡയറി പ്രോസസ്സിംഗ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് അമുലിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഡയറി പ്രോസസ്സിംഗ്. ഈ ബംഗാളിലെ പശുക്കളുടെ എങ്ങനെയാ, പശു കറവ എരുമയായാലും പശുക്കളായാലും ധാരാളമുണ്ട് അവിടെ. അവിടെ റിസോഴ്സസിന് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. ഇനി ഇതിന്റെ പിന്നിലും ഈ അമുൽ ഡയറി പ്രോജക്റ്റിൽ ഇപ്പോഴും അവശേഷിക്കുന്ന മലയാളികളായിട്ടുള്ള മാനേജ്മെന്റ് വിദഗ്ധന്മാർ പലതവണ ബംഗാളിൽ വന്ന് ഇതിന്റെ ചർച്ചകൾ നടത്തിയിട്ട് പോയി എന്ന് അവിടുത്തെ വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫാൾട്ടാസെസ് എന്ന് പറഞ്ഞ SEZ എന്ന് പറയുന്ന സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഫാൾട്ട എന്ന് പറയുന്ന ജഹാംഗീർ ഖാൻ തോറ്റ മണ്ഡലം. അതെ 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 കൽക്കട്ടയ്ക്ക് തെക്ക് പടിഞ്ഞാറുള്ള ഹൂബ്ലി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടി സെക്ടർ സ്പെഷ്യൽ എക്കണോമിക് സോണാണ്. അത് നേരത്തെ തന്നെ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നിരുന്നെങ്കിൽ നിലച്ചുപോയി. അത് പുനരുജ്ജീവിപ്പിക്കാൻ ഇപ്പോൾ സുവേന്ദുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആദ്യം എടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് അതാണ്. ഇക്കണോമിക് സോൺ ആകുമ്പോൾ പലതരത്തിലുള്ള വ്യവസായങ്ങൾക്ക് ഒരുമിച്ച് വരാൻ. അതുപോലെ തന്നെ ഭൂമി ഏറ്റെടുക്കലിനെ പഞ്ചാബ് മോഡൽ പിന്നെ ഭൂമി ഏറ്റെടുക്കൽ നിയമങ്ങളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിന് ഈ കർഷകർക്ക് വെറും നഷ്ടപരിഹാരം നൽകുന്നതിന് പകരം വലിയൊരു തുക പ്രതിഫലമായി കൂടി നൽകിക്കൊണ്ട് ഇതിന് പുറമെ അവർക്ക് വരുന്ന നഷ്ടപരിഹാരത്തിന് പുറമെ നൽകിക്കൊണ്ടാണ് ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വാണിജ്യപരമായിട്ട് ഇത് വികസിപ്പിക്കുമ്പോൾ അതിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം ഈ ഭൂമി നഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു സ്കീം, അതാണ് ഈ പഞ്ചാബ് മോഡൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കി കഴിഞ്ഞ ലാൻഡ് പൂളിംഗ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. അതായത് ഒരു ലാൻഡ് ബാങ്ക് മാതിരി. അതായത് പിന്നെ നമുക്ക് ഈ വ്യവസായത്തിന് അനുയോജ്യമായ സ്ഥലങ്ങളെ നേരത്തെ തന്നെ അവർ കണ്ടെത്തി ഒരു ലാൻഡ് ബാങ്കാക്കി എടുക്കുക. വരുന്നവർക്ക് കാലതാമസം ഉണ്ടാകാൻ പാടില്ല. വന്നാൽ അപ്പോൾ തന്നെ അവർ നമ്മുടെ ബാങ്കിൽ പോയി പണം എടുക്കുന്നത് മാതിരി ആവശ്യമുള്ള എത്രയാണ് അവർക്ക് സ്ഥലം വേണ്ടത് ആ സ്ഥലത്ത് പോയി അവർ ഐഡന്റിഫൈ ചെയ്ത് അപ്പം തന്നെ എടുക്കാവുന്ന. നേരത്തെ തന്നെ പ്രതിഫലം കൊടുത്ത് നഷ്ടപരിഹാരം കൊടുത്ത് സർക്കാർ ഇത് വാങ്ങി വെക്കും. വാങ്ങി വെച്ചിട്ട് വരുന്ന വ്യവസായികൾക്ക് കൊടുക്കുക. ഇതാണ് ലാൻഡ് പൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതും പഞ്ചാബ് മോഡലാണ്. അപ്പോൾ അവര് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ട് ചെയ്യാനായിട്ട്, അപ്പോൾ ഇത് 1000 ദിവസത്തെ ഒരു കർമ്മ പരിപാടിയായിട്ടാണ് സുവേന്ദു സർക്കാർ ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ കൊടുക്കാനുള്ള കുടിശ്ശിക ഉൾപ്പെടെ എല്ലാം ചെയ്തു തീർക്കും ഈ 1000 ദിവസങ്ങൾക്കകം. അതെ, വളരെ നല്ലൊരു കാര്യമാണ്. ഇതോടുകൂടി ഒരു 30 ലക്ഷത്തോളം ചെറുപ്പക്കാർക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പുതുതായിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ. അത് ലേബറും ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മുടിവെട്ടാനുമായിട്ടൊക്കെ വരുന്ന, മുടിവെട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ബാർബർ ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, പൊറോട്ട അടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, കെട്ടിടങ്ങളുടെ മുകളിൽ പോയി വളരെ സാഹസികമായിട്ട് പണി നടത്തിക്കൊണ്ടിരുന്ന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ഇവർക്കെല്ലാം ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. കേരളത്തിൽ ഇനി കെട്ടിടം പണിയുടെ ചിലവ് കൂടും എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അത് എല്ലാത്തിനും ഒരു സ്കിൽഡായിരുന്നു. മരം കയറ്റം, അതുപോലെ മരം മുറിക്കൽ, ഇതൊക്കെ സ്കിൽഡായിട്ടുള്ള ബംഗാളികളുണ്ടായിരുന്നു. അവർക്ക് ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യം. അവരുടെ കുടുംബത്തോടൊപ്പം നല്ല ശമ്പളത്തിൽ ഈ സ്ഥാപനങ്ങൾ
എല്ലാം പൊതുമേഖലയല്ല, സ്വകാര്യ അല്ല, സ്ഥാപനം. അതിനപ്പുറത്തേക്ക് ഒരു വിഷൻ അതിൻ്റെ പിന്നിലുണ്ട്. അതായത് നമ്മുടെ ഒരു നമ്മുടെ ഒരു ദേശീയ വരുമാന നിരക്കുണ്ടല്ലോ, ആ വരുമാന നിരക്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ പകുതിയിലാണ് ബംഗാൾ ഇപ്പോൾ നിൽക്കുന്നത്, ചുറ്റുമുള്ള സംസ്ഥാനങ്ങളുടെ. ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കും. അതെ, പ്രത്യേകിച്ചും ഇപ്പോൾ ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിൽ, അതായത് ബീഹാർ, ആസാം, ഒറീസ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പിന്നെ NDA സർക്കാരുകൾ വന്നതോടുകൂടി കേന്ദ്രത്തിൽ നിന്ന് വളരെ വളരെ ലിബറലായിട്ടുള്ളൊരു സഹായങ്ങളും സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടി അവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരം ഉയരുന്നത് ഇവിടെയുള്ള ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. മറ്റേ അയൽ സംസ്ഥാനങ്ങളുടെ അപേക്ഷിച്ചിട്ട് ഏതാണ്ട് ഒരു പകുതിയാണ്. അതായത് നമ്മുടെ ബംഗാളിലെ ശരാശരി വരുമാനം എന്ന് പറയുന്നത് പണ്ട് ദേശീയ ശരാശരിയേക്കാൾ 127% കൂടുതലായിരുന്നു. അതായത് ദേശീയ ശരാശരി 100 രൂപയെങ്കിൽ ബംഗാളിൽ അത് 127 രൂപ 50 പൈസയായിരുന്നത്. ഇപ്പോൾ അത് മറ്റ് ദേശീയ ശരാശരി വരുമാനം എന്ന് പറയുന്നത് 34,000 ആയപ്പോൾ ബംഗാളിൻ്റേത് 18,000 മുതൽ 21 വരെയാണ്. അപ്പോൾ ഇതിനെ ഉയർത്തി ഒരു ദേശീയ നിലവാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ കൂടി അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യവസായ വിപ്ലവം തിരിച്ച് ബംഗാളിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ എനിക്കൊരു സംശയം, ഭൂമിയുടെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂപരിഷ്കരണ നിയമങ്ങൾ ജ്യോതിബാസു കൊണ്ടുവന്നതാണ്. അപ്പോൾ ജ്യോതിബാസു തന്നെ പറഞ്ഞതാണ്, നന്ദിഗ്രാമിൽ അവിടെ ഈ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ഞങ്ങളാണ് അവർക്ക് ഭൂമിക്ക് അവകാശം വാങ്ങിച്ചു കൊടുത്തത്, എന്നിട്ട് ഞങ്ങൾക്കെതിരെ അവർ സമരം നടത്തുന്നതാണ് ജ്യോതിബാസു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനിയും CPM ഇപ്പോൾ BJP വന്നതോടുകൂടി കുറച്ചൊക്കെ പച്ച പിടിച്ച് വരും, ഓഫീസുകളൊക്കെ തുടങ്ങി. ഇനി CPM ഈ ഭൂപരിഷ്കരണം ഇവിടെ മാറ്റുകയാണ്, പല സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് അവിടെ വരികയാണ്. അവിടെല്ലാം ഇത് മാറ്റുന്നതിന് ശക്തി ഇപ്പോൾ CPM-നുണ്ടോ? ഇല്ല, CPM-ന് ഒന്ന് ശക്തിയില്ല എന്നുള്ളത്. മറ്റേ CPM ആ നിലപാടുകളിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ പഴയ നിലപാടുകളിലല്ല നിൽക്കുന്നത്, ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസും അതുപോലെ തന്നെയാണ്. തൃണമൂൽ നന്നായി തിരിച്ചറിഞ്ഞു. കാരണം ഇപ്പോൾ ഉണ്ടായ പരാജയങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ ചെറുപ്പക്കാരിലുണ്ടായ തൊഴിലില്ലായ്മയും അതൃപ്തിയും ദാരിദ്ര്യവുമാണ്. അത് മറ്റ് ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിലേത് പ്രകടമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ രാജ്യം മൊത്തം മാറുമ്പോൾ ബംഗാൾ മാറി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ചിത്രം അവിടെ സംജാതമായിരുന്നു. ഇതിലുണ്ടായ അതൃപ്തിയിൽ കൂടിയിട്ടാണ് ഇപ്പോഴീ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ ഭരണമാറ്റവും രാഷ്ട്രീയ മാറ്റങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അവരുടെ നിലപാടുകളിലും നയങ്ങളിലും വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനനുകൂലമായിട്ട് ഇപ്പോൾ ഇതുവരെ ഇതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന പോലും ബംഗാളിലെ മീഡിയയിലൊന്നും കണ്ടിട്ടില്ല ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം. അതിൻ്റെ ഒരു ശുഭസൂചനയാണ്. എനിക്ക് തോന്നുന്നത് പിന്നെ രാഷ്ട്രീയ വ്യത്യാസമന്യേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ അനുകൂലിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ നടപ്പാക്കേണ്ടതെന്ന് CPM-ന് കാണിച്ചു കൊടുക്കുകയാണ് വാസ്തവത്തിൽ ഈ സുവേന്ദു അധികാരി ചെയ്യുന്നത്. ഇതിലൊരു കേന്ദ്രത്തിന്റെ ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് അഡ്വാൻറ്റേജ്. ഡബിൾ എഞ്ചിന്റെ ഒരു പ്രയോജനം അതുണ്ട്. കാരണം അവിടെ നിന്നുള്ളൊരു ഗ്യാരണ്ടിയിലാണ് ഇവരെ തിരിച്ചു വരാനായിട്ട്. അതുപോലെ വലിയ വ്യവസായ ഗ്രൂപ്പുകൾ, അദാനി അംബാനി ഗ്രൂപ്പുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഏതാണ്ട് 32 കമ്പനികൾ ഇതുവരെ അവർ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഈ ബംഗാളിലേക്ക് കൊണ്ടുവരാനായിട്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള IT ബിസിനസ് അടക്കമുള്ള കമ്പനികൾ. പണ്ടൊക്കെ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ചണ വ്യവസായം തീർന്നു. നമ്മുടെ പിന്നെ കയർ, അതുപോലെ കശുവണ്ടിപ്പരിപ്പ് വ്യവസായങ്ങൾ പോലെ അവിടെ തീർന്നിരിക്കുന്ന ഒന്നാണ് ചണം, ലെതർ. കൽക്കത്ത ലെതർ എന്ന് പറയുന്നത് ഏറ്റവും പ്രസിദ്ധമായ ഒരു ഇതായിരുന്നു. നമ്മളിവിടെയൊക്കെ കൽക്കത്ത ലെതർ എന്ന് പറയുന്നത്. അതുപോലെ കൽക്കട്ട കോട്ടൺ അതൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഈ വലിയ വ്യവസായങ്ങൾ വരുന്നതോടൊപ്പം സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഇപ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ പ്രത്യേക പാക്കേജ് കൊടുത്തിരിക്കുകയാണ്. അതിലും കൂടെ ശ്രദ്ധ ഗവൺമെന്റ് കേന്ദ്രീകരിക്കാൻ ഉണ്ട്. സ്മോൾ ആൻഡ് മീഡിയത്തിലാണ് അവർ ചെറിയ യൂണിറ്റുകളാണ്. കോട്ടൺ, പിന്നെ സിൽക്ക്. ഒരു കാലത്ത് ബംഗാൾ സിൽക്ക് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ സിൽക്കായിരുന്നു. കേരളത്തിലൊക്കെ വലിയ മാർക്കറ്റാണ് ബംഗാൾ സിൽക്ക് സാരിയൊക്കെ. അതും പുനരുജ്ജീവിപ്പിക്കും. അത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വഴിയാണ് അവർ ചെയ്യുന്നത്. അത് മിക്കവാറും കോട്ടേജ് ഇൻഡസ്ട്രീസ് വഴിയായിട്ടാണ്, അല്ലെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രീസിനകത്ത് വരുന്നത്. ഹാൻഡ്ലൂം, ഖാദി, അതുപോലെ തന്നെ ഈ കരകൗശല വസ്തുക്കൾ, അവിടെ ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെറിയ ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരുപ്പ് നിർമ്മാണം, ബാഗ് നിർമ്മാണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അങ്ങനെ ഏതാണ്ടൊരു
പിന്നെ 36,000 ചെറുകിട അതിനും പ്രാധാന്യം കൊടുക്കും. ചെറുകിട പിന്നെ ബിസിനസ് ഗ്രൂപ്പുകളാണ് അവർ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി ഒരു സുവർണ ബംഗാൾ ആയിരിക്കും അധികാരിയുടെ കീഴിൽ. അല്ല, ഇനി അല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ട്. സാമ്പത്തികമായിട്ട് അത്രമാത്രം തകർന്നിരിക്കുകയാണ് ബംഗാൾ എന്ന് പറയുന്നത്. കേന്ദ്രത്തിന്റെ പാക്കേജ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതിൽ കൂടി മാത്രമേ, കാരണം ഇപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയുള്ള വാഗ്ദാനങ്ങളാണ് BJP തെരഞ്ഞെടുപ്പിൽ തുടങ്ങി, അതുൾപ്പെടെയുള്ള. അപ്പൊ അത് കവർ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള മറ്റു വരുമാനങ്ങൾ, അധിക വരുമാനം ഉണ്ടാക്കിയാൽ മാത്രമേ ഗവൺമെന്റിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അത് തീർച്ചയായിട്ടും കേന്ദ്രം കനിയേണ്ട ബാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യും. കാരണം ബംഗാൾ ഭരണമെന്ന് പറഞ്ഞാൽ അവരുടെ പ്രസ്റ്റീജ് അത് സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് നഷ്ടപ്പെടാൻ അവരൊരിക്കലും ആഗ്രഹിക്കുകയില്ല. മാത്രമല്ല, ആ കാലത്തുണ്ടായിരുന്ന തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ, നക്സലൈറ്റ് പ്രസ്ഥാനം അടക്കമുള്ള പ്രസ്ഥാനങ്ങളെല്ലാം ഇനി ഒരിക്കലും ഖരാവും ഉണ്ടാവുകയില്ല. ഇനി അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതിനുള്ള ശക്തി ഇന്ന് ആ പ്രസ്ഥാനങ്ങൾക്കില്ല. ഓക്കെ. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതീക്ഷ ഇപ്പോൾ അവിടെ ബംഗാളിൽ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഒരു പണ്ട് നമ്മുടെ ബംഗാളിനെ കുറിച്ച് പറയുന്നത് ഇന്ത്യയിൽ വ്യവസായങ്ങളുടെ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. അതിലേക്ക് പ്രതാപത്തിലേക്ക് ബംഗാൾ തിരിച്ചു പോകും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ള നടപടികൾ നമുക്ക് നൽകുന്നത്.